കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ചൈൽഡ് കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് ഒരു ഫാദറിന് ലഭിച്ച അനുകൂലമായ വിധിയും ആ അനുകൂല വിധി ലഭിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങളെയും കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇന്നലെ എന്ന് പറയുമ്പോൾ 27 മെയ് 2025 ആ ഒരു വിധി നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിനു മുമ്പ് ഇദ്ദേഹം അനുഭവിച്ചിട്ടുള്ള സ്ട്രഗ്ലിംഗ് പീരീഡ് എന്തൊക്കെയാണെന്നും എങ്ങനെയാണ് അത് ഓവർകം ചെയ്ത് അച്ഛന് അനുകൂലമായ വിധി ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതുമാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു കേസിൽ ഫാദർ എന്ന് പറയുന്നത് ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ലീവിന് മാർച്ച് 25 ലീവിന് നാട്ടിലേക്ക് വരികയും നാട്ടിൽ എത്തിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ 2 മക്കൾ, ഒരു പെൺകുട്ടിയും അതുപോലെ തന്നെ ഒരു ആൺകുട്ടിയെയും വെക്കേഷൻ സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ നിർത്തുവാനായിട്ടുള്ള കസ്റ്റഡി കിട്ടുവാനായിട്ടുള്ള ഒരു ഇൻ്ററിം IA അവർ ഫാമിലി കോടതിയിൽ അപ്ലൈ ചെയ്യാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇങ്ങനെ അപ്ലൈ ചെയ്തപ്പോഴും കോടതി ആ കേസിനെ കുറച്ച് നീട്ടിവെച്ച് ഒരു 15 ദിവസം കഴിഞ്ഞ് ഒരു വിഷു കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ഏപ്രിൽ 17 അവരെ സിറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഏപ്രിൽ 17 കോടതിയിലേക്ക് ചെന്നപ്പോൾ അന്ന് ആ ജഡ്ജി അവിടെ ലീവായിരുന്നു. അതുകൊണ്ട് ആ കേസ് വീണ്ടും ഒരു ആഴ്ചത്തേക്കും കൂടി നീട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം ഫാമിലി കോടതി ജഡ്ജി പറഞ്ഞു ഇന്ന ഡേറ്റിന് കുട്ടികളെ കുടുംബ കോടതിയിൽ ഹാജരാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് കോടതിയിൽ നിന്നും അറിയിപ്പ് പോകുന്നു. പക്ഷേ ആ അറിയിപ്പ് പോയിട്ടും അവർ ആ കുട്ടികളെ 2 അച്ഛനെ കാണിക്കുവാൻ പോലും തയ്യാറാവാതെ കോടതിയിൽ കൊണ്ടുവന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇയാളുടെ 1 മാസം പോയി. തുടർന്ന് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, വീണ്ടും ഇതേ കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഫാമിലി കോടതി ജഡ്ജിയോട് പറഞ്ഞപ്പോഴും പ്രത്യേകിച്ച് യാതൊരുവിധ ഗുണങ്ങളും ലഭിച്ചില്ല. അതിനെ തുടർന്ന് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, ഹൈക്കോടതിയിലേക്ക് പോകുന്നു. ഹൈക്കോടതിയിൽ പോയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് കുട്ടികളുടെ കസ്റ്റഡി ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഓർഡർ മേടിക്കുന്നു. ആ ഓർഡർ മേടിച്ചിട്ട് അത് നേരെ ഫാമിലി കോടതിയിൽ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും ഒരു ഉത്തരവ് വന്ന സ്ഥിതിക്ക് ഫാമിലി കോടതി ജഡ്ജി വളരെ പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളിൽ നീക്കുപോക്കുണ്ടാവുകയും ഈ ഭർത്താവിന് അനുകൂലമായി കുട്ടികളെ കാണുവാനായിട്ടുള്ള ഒരു അവസരം ഒരുക്കുവാനും അതിനുവേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പറയുവാനുമായിട്ട് അവർ ഈ പറയുന്ന വൈഫിന് ഇവിടെ നിന്നും സമൻസ് അയക്കാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനെ തുടർന്ന് അവർ പറഞ്ഞ മറുപടി ഇതാണ്, കുട്ടീനെ ഒരു കാരണവശാലും അച്ഛന് കസ്റ്റഡി നമ്മൾ കൊടുക്കില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ഈ പെൺകുട്ടി അച്ഛൻ്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അച്ഛൻ്റെ അമ്മ, അതായത് അച്ഛമ്മ ഈ പെൺകുട്ടീനെ കുളിപ്പിക്കുമ്പോൾ ഈ പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് അനാവശ്യമായി തൊടുകയും അങ്ങനെ കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ അച്ഛമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നും കള്ളം പറഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്തു, കോടതിയിൽ മറുപടി ഫയൽ ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. ആ മറുപടിയുടെ സത്യാവസ്ഥ എന്താണ് എന്ന് പോലും അന്വേഷിക്കാതെ കോടതി എന്ത് ചെയ്യുന്നു, കുട്ടിയുടെ കസ്റ്റോഡിയൻഷിപ്പ് കൊടുക്കുന്നത് തടയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇവർ വീണ്ടും ഹൈക്കോടതിയിൽ പോകുന്നു. ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായിട്ടുള്ള ഉത്തരവ് വീണ്ടും വന്നപ്പോൾ പിന്നെ ഒരു രക്ഷയില്ലാതെ വന്നപ്പോൾ അവർ എന്ത് ചെയ്യുന്നു, കുട്ടീനെ ഹാജരാക്കുവാൻ അനുവാദം കൊടുത്തുകൊണ്ട്, കുട്ടീനെ കാണുവാനുള്ള അനുവാദം കൊടുത്തുകൊണ്ട് ഒരു ഓർഡർ പാസ്സാക്കും. അങ്ങനെ ഓർഡർ പാസ്സാക്കിയ ആ ഡേറ്റിനെ ഇവർ ഫാമിലി കോടതിയിൽ വെയിറ്റ് ചെയ്തു. വീണ്ടും കുട്ടീനെ കൊണ്ടുവന്നില്ല. തുടർന്ന് ഇവരെന്ത് ചെയ്യുന്നു, പോലീസിനെ വിളിക്കുന്നു, ഓർഡർ കാണിക്കുന്നു. അപ്പോൾ പോലീസ് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഡർ ഞങ്ങൾ കണ്ടു, കുട്ടീനെ ബലം പ്രയോഗിച്ച് കൊണ്ടുവരാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ് ഈ പോലീസും കൂടി ഈ വൈഫിൻ്റെ വീട്ടിൽ പോയി. വൈഫിൻ്റെ വീട്ടിൽ പോയപ്പോൾ വൈഫിൻ്റെ വീട്ടുകാർ കുട്ടീനെ കാണിച്ചു കൊടുക്കാനായിട്ട് വീണ്ടും സമ്മതിക്കാത്ത ഒരു സാഹചര്യമാണ് വന്നിട്ടുള്ളത്. അതിന് അവർ പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാമിലി കോടതിയിൽ ഈ ഭർത്താവിൻ്റെ അമ്മയെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം വെച്ചുകൊണ്ട് കുട്ടിയുടെ കസ്റ്റഡി കൊടുക്കാതിരിക്കാനായിട്ട് ഞങ്ങൾ ഹൈക്കോടതിയിൽ ഒരു അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വിധി വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ബലം പ്രയോഗിച്ച് കൊണ്ടുപോകാനായിട്ട് അനുവദിക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ പോലീസുകാർ തിരിച്ചു പോകാണ് ഉണ്ടായിട്ടുള്ളത്. അതിനെ തുടർന്ന് ഈ കേസ്
എനിക്ക് തോന്നുന്നു ഒരാഴ്ച മുമ്പാണ് ഹൈക്കോടതിയിലേക്ക് എത്താനുണ്ടായിട്ടുള്ളത്. ഹൈക്കോടതി എത്തിയപ്പോൾ ഹൈക്കോടതി ഇങ്ങനെ കേസുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിന് ഒരു ഇൻറ്റിമേഷൻ ലെറ്റർ അയക്കുകയും അതിനെ തുടർന്ന് അവർ കഴിഞ്ഞ 27-ാം തീയതി എല്ലാവരും ഹൈക്കോടതിയിലേക്ക് എത്തുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കുട്ടിയുടെ കസ്റ്റഡി കൊടുക്കാതിരിക്കാനായിട്ട് ഭാര്യ വീട്ടുകാർ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഈ അച്ഛൻ്റെ അമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഈ സ്വകാര്യ ഭാഗത്ത് കുട്ടിയുടെ തൊട്ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുടന്തൻ ന്യായം മാത്രമാണ് അവരതിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇതിനെ തുടർന്ന് കേസ് വിളിച്ചപ്പോൾ ജഡ്ജി ചെയ്ത ആദ്യത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനെയും അമ്മേനെയും മക്കളെയും എല്ലാവരും വിളിച്ചു. അതിനുശേഷം കുറച്ച് നേരം അവരായിട്ട് സംസാരിച്ചു. അതിനുശേഷം ഇത് പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ 10 മണി മുതൽ 1:30 വരെ എന്തൊക്കെ സംഭവിച്ചാലും ശരി അച്ഛന് കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുവാനായിട്ടുള്ള അനുവാദം കൊടുക്കുവാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഇവർ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ ജഡ്ജി പറഞ്ഞ ഓർഡറാണ്, അനുസരിച്ച് മതിയാവും. എന്ന് മാത്രമല്ല അച്ഛനും അമ്മയും കൂടി അച്ഛനും കുട്ടികളും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് അമ്മയോ അമ്മയുടെ ബന്ധുക്കളോ മറ്റാരും തന്നെ പോകാനും പാടില്ല എന്നുള്ള ഒരു ഉത്തരവും കൊടുത്തു. അങ്ങനെ 10 മുതൽ 1:30 വരെ സംസാരിക്കുവാനായിട്ട് കോടതിയുടെ ഭാഗത്തുനിന്നും അനുകൂലമായിട്ടുള്ള ഒരു രീതി ഭർത്താവിന് ലഭിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് 1:30-ക്ക് ശേഷം എല്ലാവരോടും വീണ്ടും കോടതിയിൽ വരാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഈ ജഡ്ജ്മെൻറ്റ് ഫാമിലി കോടതിയിൽ ഇവർ കൊടുത്തിട്ടുള്ള പരാതി വായിച്ചപ്പോൾ ഈ അമ്മ, ഭർത്താവിൻ്റെ അമ്മ കുട്ടികളുടെ സ്വകാര്യ ഭാഗത്ത് തൊട്ടു എന്നുള്ള ഒരു പരാതി നിൽക്കുന്നുണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ തെളിവുകളൊന്നും തന്നെ ഇല്ല, കുട്ടികൾ പറയണതാണ് മൊഴി എന്നവർ പറയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണ്, ശരി നമുക്കൊരു പണി ചെയ്യാം, അച്ഛനെയും അമ്മയും എല്ലാവരും പുറത്തേക്ക് പോയിക്കോളൂ, കുട്ടികൾ രണ്ടും ചേമ്പറിലിരിക്കട്ടെ, ഞാൻ സംസാരിക്കാം എന്ന് ജഡ്ജി പറയാനുണ്ടായിട്ടുള്ളത്. അപ്പോൾ ജഡ്ജി ഈ കാര്യങ്ങളെല്ലാം ചോദിച്ചപ്പോൾ കുട്ടികൾ പറഞ്ഞു പോയിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ സ്വകാര്യ ഭാഗത്ത് തൊട്ടു എന്ന് കോടതിയിൽ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പറയണം. അങ്ങനെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അമ്മ ആത്മഹത്യ ചെയ്യുമെന്നും അപ്പോൾ അമ്മയെ നിങ്ങൾക്ക് ഒരിക്കലും കാണാൻ പറ്റിയില്ല എന്നും അമ്മ ഞങ്ങളോട് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പറയുകയാണ്, ഞങ്ങളുടെ സ്വകാര്യ ഭാഗത്ത് അച്ഛമ്മ തൊട്ടു എന്ന് ഞങ്ങൾ പറയുകയാണെന്ന് കുട്ടികളെ അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കുട്ടികൾ കോടതിയിൽ ജഡ്ജിയുടെ മുമ്പിൽ പറയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനെ തുടർന്ന് അച്ഛനെയും അമ്മയെയും കോടതി വിളിപ്പിച്ചതിന് ശേഷം ചോദിക്കുകയാണ്, നിങ്ങളിതുപോലുള്ള കള്ളത്തരങ്ങൾ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കുട്ടികൾ ഭാവിയിൽ നിങ്ങൾ പറയുന്ന ഇതുപോലെയുള്ള മറ്റ് സ്വഭാവ ദൂഷ്യങ്ങൾ നിങ്ങൾ പഠിപ്പിക്കില്ല എന്ന് എന്താണ് ഓർത്ത്? അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും കുട്ടികളുടെ ഭാവിയെ അത് ബാധിക്കുവാനായിട്ടുള്ള ഒരു ചാൻസ് ഇവിടെ കാണുന്നുണ്ട്. എന്ന് മാത്രമല്ല നിങ്ങളീ കൊടുത്ത പരാതി മുഴുവനും കള്ളമാണ് എന്നുള്ളത് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾ അച്ഛനുമായിട്ടുള്ള ഒരു ഇൻറ്ററാക്ഷൻ ഒഴിവാക്കുവാനായിട്ട് കോടതി ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് 28 മെയ് 2025 മുതൽ ഒരാഴ്ചത്തേക്ക് കുട്ടികളുടെ കസ്റ്റഡി അച്ഛന് പരിപൂർണമായിട്ട് ഇൻക്ലൂഡിങ് നൈറ്റ് കസ്റ്റഡി ആയിട്ട് അനുവദിക്കുവാനായിട്ടാണ് കോടതിയുടെ ഉദ്ദേശം എന്നുള്ളത് അവർ പറയാണ്. എന്ന് മാത്രമല്ല നിങ്ങൾ ഈ പറയുന്ന സ്വകാര്യ ഭാഗത്ത് തൊട്ടു എന്നുള്ളത് ഒരു മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു മാറ്റർ ആണെന്നും കോടതിക്ക് കുട്ടികളുടെ ഈ മൊഴിയിൽ നിന്നും മനസ്സിലായിട്ടുണ്ട് എന്നും കോടതി വ്യക്തമാക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനെ തുടർന്ന് ഇന്നു മുതൽ 28/5/2025 മുതൽ ഒരാഴ്ചയിലേക്ക് കുട്ടിയുടെ കസ്റ്റഡി കൊടുത്തു. അപ്പം തന്നെ കോടതി പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോടതി ഇത്രയും റിസ്ക് എടുത്തൊരു കാര്യം ചെയ്യുകയാണ്. അതുകൊണ്ട് കുട്ടികളുടെ മേത്ത് ഒരു പോറൽ പോലും സംഭവിക്കാതെ, അവർക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും സംഭവിക്കാതെ ഒരാഴ്ച നിങ്ങൾ നോക്കണം. അതിനുശേഷം കുട്ടികൾ തിരിച്ചേൽപ്പിക്കണം എന്ന് കോടതി അച്ഛന് അനുകൂലമായിട്ടുള്ള ഒരു മൊഴി നൽകുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്കൊന്ന് മനസ്സിലാക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ കസ്റ്റഡി എന്ന് പറയുന്നത് ചില സിറ്റുവേഷനിൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ ഫാമിലി കോടതികളിലൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡിലേ വന്നാൽ പോലും നിങ്ങൾക്ക് ഈ വെക്കേഷൻ കസ്റ്റഡി പോലെയുള്ള സിറ്റുവേഷൻസൊക്കെ വരുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബഹുമാനപ്പെട്ട ഹൈക്കോടതിനെ സമീപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിധി അവിടെ നിന്നും ലഭിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വ്യക്തമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഈ ഒരു കേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ കോടതിയുടെ മുമ്പിൽ ഈ ഭാര്യ ഭർത്താവിന് അനുകൂലമായിട്ടുള്ള വിധി വിധിച്ചപ്പോൾ കരഞ്ഞു, അങ്ങനെ കുറേ സീനൊക്കെ ഉണ്ടായി. പക്ഷെ കോടതി അതൊന്നും തന്നെ മൈൻഡ് ചെയ്തില്ല എന്നുള്ളതും കൂടി ഇവിടെ ചേർത്ത് വായിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അപ്പോൾ കുട്ടികളെ കാണാൻ സാധിക്കാതെ വിഷമിച്ചിരിക്കുന്ന അച്ഛനോ അല്ലെങ്കിൽ അതുപോലെ തന്നെ വേറെ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇതുപോലെയുള്ള കോടതി നടപടിക്രമങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിധികൾ സമ്പാദിക്കുവാനും ഇന്നത്തെ കാലത്തും സാധിക്കും എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ അതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. എത്ര കരഞ്ഞാലും കാര്യമില്ല, കൃത്യമായ എവിഡൻസ് ഇല്ലാതെ എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും കോടതി
നിങ്ങൾക്ക് പ്രതികൂലമായിട്ടുള്ള ഒരു വിധിയും വിധിക്കില്ല എന്നൊരു കാര്യം മനസ്സിലാക്കണം. ക്ലിയർ? സോ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.